നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊച്ചിയിൽ ജലതാണ്ഡവമായിരുന്നു. മേഘവിസ്ഫോടനമെന്ന വിദഗ്ധർ. റോഡുകൾ പുഴയായി മാറി. വീടുകളുടെ അകത്തും ഫ്ലാറ്റുകൾ, കടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി. ഇൻഫോ പാർക്ക് വെള്ളത്തിൽ മുങ്ങി. നിരവധി വീടുകളുടെ മുകളിൽ മരം വീണു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. അങ്ങനെ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കളമശ്ശേരി തൃക്കാക്കര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിലെ ജലതാണ്ഡവത്തിന്റെ ദൃശ്യങ്ങൾ. തൃക്കാക്കര ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്നും ഇതുവരെ മഴ നിന്നിട്ടില്ല. ശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും എല്ലാമായിട്ട് തൃക്കാക്കരയുടെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാക്കനാട് ഇന്ന് പല പ്രദേശങ്ങളിലും രാവിലെ ഉണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് നമുക്ക് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുസുമഗിരി അരയെടുത്ത് റോഡിലെ സാമുവൽ ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇരുനില കെട്ടിടം, അതിൻ്റെ മുകളിലേക്ക് മേളിൽ നിന്നുള്ള വാള് ഇടിഞ്ഞ് ആ വീടിന് ഭാഗികമായി നാശനഷ്ടം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കാറടക്കം മണ്ണിനടിയിൽ പെട്ടിട്ടുള്ളതാണ്. പതിനേഴാം വാർഡ്, 18-ാം വാർഡ്, ഇപ്പോൾ അമ്പലക്കോളനി, എടച്ചിറ എന്ന് വേണ്ട വീടുകൾക്ക് നാശനഷ്ടം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എടച്ചിറ 9-ാം വാർഡിലാണ്. നമ്മുടെ പാർലിമൂല കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ അമ്പലക്കോളനിയിൽ ഒരാളുടെ വീടിൻ്റെ സൈഡിലോട്ട് മണ്ണും മതിലും കൊണ്ട് ഇടിഞ്ഞായിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. തൃക്കാക്കരയുടെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും വീടിന് നാശനഷ്ടം എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ ദുരന്തമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. ഇതിന് 2 ദിവസവും കൂടെ നിലനിൽക്കും. അപ്പോൾ ആളുകളെല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കുക, പരസ്പരം സഹായം ചെയ്യുക. അതാണ് എനിക്കിതിന് പറയാനുള്ളത്. ജില്ലാ ഓഫീസർ, ഫയർഫോഴ്സ്, പോലീസ് എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. എന്തിനും അവരും തയ്യാറായി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെയുണ്ട്. പക്ഷെ ജനങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. അവരുടെ സഹായ സഹകരണങ്ങളും കൂടെ ഒപ്പം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കീരിവെള്ളിമല ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് തുടങ്ങിയിരുന്നു.
ആ ക്യാമ്പിലേക്ക് ഇന്ന് രാവിലെ മറ്റൊരു കുടുംബത്തെ കൂടി മാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പൊയ്യച്ചിറ ഭാഗത്ത് നിന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളി കുടുംബത്തെയാണ് നമുക്ക് അങ്ങോട്ട് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത്. കൂടാതെ ഇടച്ചിറ പാർലിമൂല ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണ് അല്ലെങ്കിൽ ഒരു കെട്ടിടിഞ്ഞിട്ട് 2 വീടുകൾ ഏകദേശം ഒരു അപകട ഭീഷണിയിൽ നിൽക്കുകയാണ്. ആ 2 കുടുംബങ്ങളെയും നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നെങ്കിലും അവർ സ്വയമേവ ബന്ധുവീടുകളിലേക്ക് മാറാൻ തയ്യാറായതുകൊണ്ട് അവരിപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുള്ളതാണ്. പിന്നെ അരയിടത്ത് റോഡിൽ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഒരു വീട് മാത്രമാണ് അവിടെ ഉള്ളത്. ആ വീടിന് മുൻപിലേക്ക് മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണും അവിടുത്തെ കിണറും ഉൾപ്പെടെ ഇടിഞ്ഞു വീണിട്ട് വലിയൊരു നാശനഷ്ടം അവിടെ. ഇപ്പം നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് മഴ കുറയുന്ന സമയത്ത് അവിടുന്ന് മണ്ണ് പതുക്കെ നീക്കി ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വളരെ സജ്ജരായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇനി മഴയുണ്ടായാൽ പെട്ടെന്നൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി സാഹചര്യം വെച്ചിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിളിക്കേണ്ട നമ്പർ പറഞ്ഞു തരാം: 9387032352. ഇത് വില്ലേജ് ഓഫീസറുടെ പേഴ്സണൽ നമ്പറാണ്. ഏത് സമയം വിളിക്കുക, ഏത് ഭദ്രാത്രിക്കും വിളിക്കുക. എന്ത് അപകടമുണ്ടെങ്കിലും ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ ക്യാമ്പ് തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സജ്ജരാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരോടൊപ്പം നാട്ടുകാരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങൾ ഒരു നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ഇടച്ചിറ 9ാം ഡിവിഷനിലെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇടച്ചിറ പാർലിമൂല കോളനിയിൽ കുമാരൻ എന്ന് പറഞ്ഞ ആളുടെ വീട് സൈഡ് വാള് ചെരിഞ്ഞത് മൂലം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് അടുക്കള ഭാഗം ഭിത്തി ഇടിയുകയും അതിൻ്റെ ഉള്ളിലെ പല ഭിത്തികളും പൊട്ടുകയും ഉണ്ടായിട്ടുണ്ട്. അവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളതാണ്. ലിംഗുവാലിയിൽ വൈശാല ഫ്ലാറ്റിന് സമീപമുള്ള ഒരു വാളിടിഞ്ഞ് ലീലാമ എന്ന ഒരു സ്ത്രീയുടെ വീടിൻ്റെ സൈഡും അപകടാവസ്ഥയിൽ ഇരിക്കുകയാണ്. അതുപോലെ ഈ 9ാം ഡിവിഷനിൽ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം മൂലം വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇടച്ചിറ ജംഗ്ഷൻ മുതലുള്ള മഴവെള്ളം ഈ കോളനിയിലെ സൈഡിൽ കൂടി ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ ഒരു നാശനഷ്ടം സംഭവിച്ചത്. അതുപോലെ റോഡ് സൈഡിൽ കാനയില്ലാത്തതുകൊണ്ട്, മഴവെള്ളം താഴോട്ട് പോകാനുള്ള കാനയില്ലാത്തതുകൊണ്ടും ഒരു പരിധി വരെയും ഈ അപകടത്തിന് സാധ്യത ഉണ്ടായതാണ് വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഇൻഫോ പാർക്ക് പോലീസും അതുപോലെ വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും അതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും എല്ലാം ഇങ്ങനെ ഈ അപകട സ്ഥലങ്ങളിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്.